ഇമ്മാനുവേൽ പെന്തക്കോസ്ത് സഭ യിലുള്ള എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും പാസ്റ്റർമാർക്കും ഇതിലുള്ള എല്ലാ പ്രവർത്തകർക്കും സകലർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോസ്തലനായ പൗലോസ് തന്നെ പാപികളെ രക്ഷിക്കാനായിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നതെന്നും അത് എല്ലാവരും വിശ്വസിക്കുവാൻ യോഗ്യമായ വചനമാണെന്നും അംഗീകരിക്കുവാൻ സകല മനുഷ്യരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണെന്നും പൗലോസ് തന്നെ പറയുന്നുണ്ട്. ആ വചനം പൗലോസ് പറഞ്ഞിട്ട് താൻ പറയുന്നത് ആ പാപികളിൽ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നും പറയുന്നതിൻ്റെ ആ പാപികളിൽ ഒന്നാമനായ പാപി പൗലോസ് തന്നെയാണ് എന്ന് പൗലോസ് സമ്മതിക്കുന്നുണ്ട്. യേശു പാപികളെ രക്ഷിപ്പാനാണ് ലോകത്തിൽ വന്നത്. ഈ ലോകത്തിലേക്ക് യേശു വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മതം സ്ഥാപിക്കാനല്ല, ഈ ലോകത്തിൽ മറ്റ് യാതൊന്നും ചെയ്യാനല്ല, പാപികളെ രക്ഷിക്കാനായിട്ടാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. അത് വിശ്വസിക്കാൻ ആർക്കും കഴിയുന്നില്ല എങ്കിൽ അത് വിശ്വാസയോഗ്യമായതും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനമാണെന്ന് അവിടെ തന്നെ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വിശ്വസിക്കാനും അംഗീകരിക്കാനും യോഗ്യമായ വചനമാണ് ഇത്. ഇതാർക്കും അയോഗ്യമായി തീരുന്നില്ല ദൈവവചനം. നമ്മുടെ ഈ അടുത്ത സമയത്തായി നമ്മുടെ രാജ്യത്തും പൊതുവെ എല്ലായിടത്തും നേരിട്ടിരിക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾക്കും ആരാധനയ്ക്കും എല്ലാം തടസ്സകരമായിട്ടുള്ള ചില കാര്യങ്ങൾ എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരോടും നേരത്തെ എല്ലാം തന്നെ പൊതുവെ അറിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഈ ആരാധനയ്ക്കും മറ്റും തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ എല്ലാവരും വീടുകളിലാണെങ്കിലും ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും എല്ലാ കാര്യങ്ങളും ആത്മീയമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഉള്ളത് അറിയാം. ആ കാര്യങ്ങളിൽ നിങ്ങളെല്ലാവരും വിശ്വസ്തയോടുകൂടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും മടിപ്പ് കൂടാതെ വണ്ണം കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ദൈവനാമത്തിന് വേണ്ടി നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇനിയും അല്പസമയം കൂടെ ഇതിന് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ നേരിട്ടാലും എല്ലാവരും വിശ്വസ്തമായി അതാത് സ്ഥലങ്ങളിൽ നിങ്ങളായിരിക്കുന്ന എല്ലായിടത്തും ഇരുന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും എല്ലാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഈ നമ്മുടെ സഭകളിൽ പോയി നമുക്കെല്ലാവർക്കും കൂടെ ആരാധിക്കാൻ ഒക്കുന്നില്ലെങ്കിലും വീടുകളിലാണെങ്കിലും എല്ലാവരും ആരാധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുമുണ്ട്. എല്ലാവരും കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയുള്ളതായ അവസരങ്ങളിലും അതുപോലെ തന്നെ ആയിരിക്കാൻ കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും അതിനായി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് കാണുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവവചനം സംസാരിക്കുകയും ഒക്കെ ചെയ്യുവാൻ അവസരം കർത്താവ് തരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.